ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾ അറിയുന്ന ഒരു ഓട്ടോമാമിൻ്റെ വണ്ടിയിലാണ് പോയത്. അപ്പോൾ ആദ്യ വഴിയിൽ നിർത്തിയിട്ട് ഒരു പൂ വാങ്ങാൻ പൂക്കടയിലേക്ക് അദ്ദേഹം കയറി. ഞാൻ കരുതി അമ്പലത്തിലേക്ക് ഉള്ളതായിരിക്കും പൂവെന്ന്. പക്ഷേ ഓട്ടോൻ്റെ മുന്നിലുള്ള ഒരു ഫോട്ടോൻ്റെ അവിടെ വെക്കാനാണ് അദ്ദേഹം പൂ വാങ്ങിയത്. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓട്ടോയിലും വാഹനങ്ങളും കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള യാത്ര തുടർന്നു. രാവിലെ ആയതുകൊണ്ട് വഴിയോരങ്ങളിലെല്ലാം ആളുകൾ കുറവായിരുന്നു. പക്ഷേ ഭംഗിയുള്ള പൂക്കടകളാണ് അവിടെ നിറയെ ഉണ്ടായിരുന്നത്. അങ്ങനെ റോട്ടിലുള്ള ഭംഗിയാണ് ഞങ്ങൾ ആസ്വദിച്ച് പിന്നെ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ശിവഭഗവാന്റെ അമ്പലമായതുകൊണ്ട് ആ ശിവൻ്റെ ആ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു നന്ദി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും അമ്പലത്തിൽ തൊഴാൻ കയറി. അത്ര തിരക്കൊന്നും അമ്പലത്തിൽ ഇല്ലായിരുന്നു. ഞങ്ങൾ ശർക്കര പായസത്തിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അത് 2 മണിക്കൂർ ലേറ്റ് ആവുമെന്ന് ഞങ്ങളോട് പൂജാരി പറഞ്ഞു. അങ്ങനെ അച്ഛൻ അറിയുന്ന ഒരു കൂട്ടാൻ്റെ കയ്യിൽ രസീത് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് നടന്നു. ആ പ്രസാദം അവർ വാങ്ങിക്കൂട്ടേ വെച്ചു. പിന്നെ അങ്ങ് ബാക്കിലുള്ള അമ്പലക്കുളത്തിലേക്കാണ് പോയത്. എത്ര മീനുകളാണ് അമ്പലക്കുളത്തിൽ. അതുകൊണ്ട് ഞാൻ ഇത്ര വലിയ മീനുകളെ ഞാൻ എൻ്റെ ലോകത്തിലേ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മീനുകളെ നോക്കി അവിടെ നിന്നു. അപ്പോഴാണ് ഞാൻ അവിടെയുള്ള പ്രാവുകളെയൊക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ അച്ഛനോട് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ വാശി പിടിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും അങ്ങോട്ട് നടന്നു. അത്രയും പ്രാവുകൾ കണ്ടിട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങി. ഞാൻ ഓടിപ്പോയി അതുങ്ങളെല്ലാം പറപ്പിച്ചു. എന്ത് ഭംഗിയാണെന്നറിയോ അതിൽ പറക്കുന്ന കാണാൻ. അങ്ങനെ ഒരു ചെറിയ പ്രാവ് അവിടെ തുവല് നിവർത്താൻ പറ്റാണ്ട് അവിടെ കുഞ്ഞു പ്രാവ് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ അമ്പലക്കുളത്തിൽ കാലും കഴുകി ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഞാൻ മസാല ദോശയും അച്ഛനും അമ്മയും പ്ലെയിൻ ദോശയുമാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മാർക്കറ്റിലേക്കാണ്. നല്ല ഫ്രഷ് മീനുകളാണ് ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് അത്ര ആളുകളൊന്നും ആ കടയിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൂര വാങ്ങാൻ തീരുമാനിച്ചു. ഭയങ്കര ഭംഗിയിലായിരുന്നു ആ മാമൻ ഞങ്ങൾക്ക് ചൂര വെട്ടി തന്നു. അത് ഞാൻ കണ്ണെടുക്കാണ്ട് നോക്കിയിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് മീൻ ഇഷ്ടമാണോ എന്ന് ആദിസ് വേൾഡിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാണുന്ന മീനിൻ്റെ പകുതി ഭാഗത്തിന് 400 രൂപയാണ് ആ മാമൻ വില പറഞ്ഞത്. വില അല്പം അധികമാണെങ്കിലും ഒരാഴ്ചക്ക് കൂട്ടാനുള്ള മീൻ ഞങ്ങൾക്ക് കിട്ടി. ഇതും കൂടാതെ വേറെ കുറച്ച് അയിലും അച്ഛനും വാങ്ങിയിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതിങ്ങനെ പകുതിയാക്കുന്ന കാണാൻ. അതുകൊണ്ട് എത്ര വലിയ കത്തി കൊണ്ടാണ് ആ മാമ മുറിക്കുന്നത്. അങ്ങനെ ആ മാമൻ 2-3 കവറിലാക്കി ഞങ്ങൾക്ക് വീട്ടിൽ തന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഇസ്മി ആദിദേവ് സൈനിങ് ഔട്ട്.